ഹായ് ഹലോ ഫ്രണ്ട്സ്, ഒരുപാട് ആൾക്കാർ ഇന്ത്യയിൽ ചൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് കൊമാക്കിയുടെ വണ്ടി. കൊമാക്കിയുടെ വണ്ടി പേഴ്സണലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നല്ല വണ്ടിയാണ്. പക്ഷേ 1000 വണ്ടിയോ 10000 വണ്ടിയോ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് കംപ്ലയിൻറ്റ് വരും. പക്ഷേ ഒരു കസ്റ്റമർ വണ്ടി വാങ്ങിയതിന് ശേഷം വെറും 60 കിലോമീറ്റർ ഓടിച്ചതിന് ശേഷം സർവീസ് സെൻറ്ററിൽ പോയിട്ടുള്ള ഒരു ദുരനുഭവമാണ് ഞാനിവിടെ പങ്കുവെക്കാൻ പോകുന്നത്. ഇത് ഷോറൂമുകാർ കാണുന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഒട്ടുമിക്ക ഷോറൂമുകളിലും ഒരൊറ്റ നിയമം പാസ്സാക്കുക. ഏതൊരു ഷോറൂമിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാലും വേറൊരു ഷോറൂമിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ സർവീസ് എല്ലാവർക്കും ഒരേപോലെ കൊടുക്കുക. കാരണം നിങ്ങളെ വിശ്വസിച്ചാണ് ഓരോ കസ്റ്റമറും വണ്ടി വാങ്ങുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോവാം. ഇതൊരു സ്ഥലം പെരിന്തൽമണ്ണയായിരുന്നു. അവിടെ വെച്ച് ഞാനൊരു വാഹനം എടുത്തായിരുന്നു. ആ വാഹനം കൊമാക്കിയുടെ SC സ്പോട്ട് എന്ന് പറഞ്ഞ ഈ ഒരു വേരിയൻ്റാണ്. ഇതാണ് നമ്മുടെ വാഹനം. ഈ വാഹനം എടുത്തിട്ട് 60 കിലോമീറ്റർ ആയ സമയം തൊട്ട് കംപ്ലൈൻ്റ് ആയിരുന്നു. അതായത് 2 ബ്രേക്കുകളിൽ ഏതെങ്കിലും ഈ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഏത് ബ്രേക്ക് അപ്ലൈ ചെയ്താലും വാഹനം റീജനറേറ്റിംഗ് ബ്രേക്കിംഗ് സിസ്റ്റം കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുകയും വണ്ടി വീൽ സ്റ്റക്കായി നിന്ന് പോവുകയും ചെയ്യുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കംപ്ലയിൻറ്റ് ഷോറൂമിൽ പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഒന്നോടെ ഒന്ന് ചെക്ക് ചെയ്യൂ, ഒന്ന് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ രണ്ടാമത് നോക്കിയപ്പോൾ ഈ കംപ്ലയിൻറ്റ് ഉണ്ട്. വേറെ വണ്ടി ഓടിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഈ കംപ്ലയിൻറ്റ് ഇല്ല. ശേഷം സർവീസിന് പറഞ്ഞപ്പോഴത്തേക്കും പെരിന്തൽമണ്ണയിൽ സർവീസിന് പറഞ്ഞ സമയത്ത് അവിടെ ടെക്നീഷ്യൻ മെഡിക്കൽ ലീവിലായിരുന്നു. മെഡിക്കൽ ലീവിൽ പോയേക്കുവാണ്. മെഡിക്കൽ ലീവിൽ വന്നതിന് ശേഷം പിന്നെ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു വിട്ടു. അങ്ങനെ ഈ വാഹനം ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് താമസം മാറി പോന്നു, ഈരാറ്റോട്ടേക്ക് പോന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ ഡീലറിനെ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പെരിന്തൽമണ്ണയിലെ ഡീലറിനെ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഡീലർ പറഞ്ഞു കേരളത്തിൻ്റെ ഏത് ഷോറൂമുകളിൽ നിങ്ങൾ സർവീസ് ചെയ്യാൻ കൊടുത്താലും ഈ വണ്ടി സർവീസിൽ കിട്ടും. ഇനി അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്യാഷ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്യാഷ് അവർ തരാം, അല്ലെങ്കിൽ എക്സ്പെൻസ് എത്രയാണ് വരുന്നത്, ബില്ല് എത്രയാണ് വരുന്നത് അത് തരാം, വാറണ്ടിയിലെ സാധനങ്ങൾ മാറി കിട്ടും, അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ തൊടുപുഴ ഷോറൂമിലാണ് ആദ്യം ഈ വണ്ടിയായിട്ട് ചെല്ലുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഈ വണ്ടി നമ്മുടെ ഷോറൂമിൽ നിന്ന് ഡെലിവറി ചെയ്ത വണ്ടിയല്ല, അതുകൊണ്ട് ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ റൂളില്ല. കൊമാക്കിയുടെ റൂള് സ്വന്തം ഷോറൂമിൽ നിന്നും വിൽക്കുന്ന വണ്ടികൾ, അതായത് നിയറസ്റ്റ് നമ്മുടെ തന്നെ ഷോറൂം ഏതാണോ ആ ഷോറൂം വിൽക്കുന്ന വണ്ടികൾ ആ ഷോറൂമിൽ വാറണ്ടി കിട്ടത്തുള്ളൂ. അത് വേറൊരു ഷോറൂമുകൾക്ക് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു അവകാശമില്ല. മറ്റുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, നമ്മുടെ വണ്ടി തന്നെ പണിയാനുള്ള സമയമുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പല പല രീതിയിലുള്ള ന്യായങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് അടുത്ത ഷോറൂം കൂത്താട്ടോളമാണ്. ആ ഷോറൂമിൽ ഞാൻ ചെന്നു. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവരും പറഞ്ഞു ഇതുപോലെ തന്നെ ഞങ്ങളുടെ ഷോറൂമായിരുന്നു തൊടുപുഴത്തെ ഷോറൂം. അപ്പോൾ അവർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്കും ചെയ്യത്തില്ല, നമുക്ക് നമ്മുടെ വണ്ടി തന്നെ പണിയാൻ സമയമില്ല, ഇപ്പോൾ വേറെ ഷോറൂമിലെ വണ്ടികൾ പണിയാൻ നമുക്ക് ഒട്ടും സമയമില്ല, അങ്ങനെ ചെയ്യാൻ വാറണ്ടി കിട്ടത്തില്ല, നടപടിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഡീലറിനെ വിളിച്ചു, പെരിന്തൽമണ്ണയിലെ ഡീലറിനെ വിളിച്ച് സംസാരിച്ചു. ഇന്നപോലൊരു കാര്യമുണ്ട്, നമ്മൾ ഷോറൂം മാറിക്കഴിഞ്ഞാൽ വാറണ്ടി കിട്ടുകയില്ല, അവർക്ക് സർവീസ് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത് പറഞ്ഞു. അപ്പോൾ പെരിന്തൽമണ്ണയിലെ ഷോറൂമിലെ ആൾ നമ്മുടെ കൂത്താട്ടൂർ ഷോറൂമിലോട്ട് വിളിച്ച് പറഞ്ഞു അതെങ്ങനെയും ഒന്ന് ചെയ്ത് റെഡിയാക്കി കൊടുക്കും, അതിൻ്റെ കംപ്ലയിൻ്റ് ഒന്ന് നോക്കിത്താം, ഇല്ലെങ്കിൽ എൻ്റെ സ്പെയർ പാർട്ട് എനിക്ക് അയച്ചതാണ്, ഞാനത് റെഡിയാക്കി തരാം, അതിൻ്റെ എക്സ്പെൻസ് എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ രാവിലെ 11 തൊടുപുഴ ഷോറൂമിൽ ചെന്നു. അവിടെ നിന്ന് വണ്ടി എടുത്ത് കൂത്താട്ടൂർ ഷോറൂമിൽ വൈകിട്ടൊരു 5:15 ആയി. ഷോറൂമിൽ ചെന്നു. 5:15 ആയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു വണ്ടി എടുത്തുകൊണ്ട് പോക്കോ, ഇന്നിന് സമയമില്ല നോക്കാൻ, നമുക്ക് മറ്റുള്ള ഷോറൂമിൽ വണ്ടി പണിയാൻ സമയമില്ല, നമ്മുടെ വണ്ടികൾ തന്നെ സർവീസിന് വരുന്നത് തീർക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടി അന്നോട് വയ്ക്കുക, നിങ്ങൾ തിങ്കളാഴ്ച എനിക്ക് നോക്കിത്താം. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ വണ്ടി കൊണ്ടുപോക്കോ, തിങ്കളാഴ്ച സാറ് കൊണ്ടുവന്നാൽ മതി, നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം, കംപ്ലയിൻറ്റ് മാത്രം നോക്കിത്തരാം, പക്ഷേ വണ്ടിക്ക് വാറണ്ടി കിട്ടത്തില്ല, വണ്ടിയുടെ സ്പെയർ നമുക്കിവിടെ ചെയ്യാൻ പറ്റത്തില്ല, കംപ്ലയിൻറ്റ് ഞങ്ങൾ നോക്കി പറയും, നിങ്ങൾ അതിനുശേഷം വണ്ടി എടുത്തുകൊണ്ട് പോക്കണം, ഒന്നെങ്കിൽ പെരിന്തൽമണ്ണയ്ക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ സ്പെയർ പാർട്ട് അയച്ച് കൊണ്ടുപോയി വാറണ്ടിക്ക് മാറി എടുത്തോണം എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഞാൻ അവരോട് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ പിന്നെ വണ്ടിയോടെ വെച്ചു. ചൂടായി, ശരിക്കും വയലൻ്റായി. ഈ രാവിലെ 11 തൊട്ട് വൈകിട്ട് 5:15 വരെ 2 ഷോറൂമുകളിൽ മാറി നടന്നിട്ട് അവസാനം നമ്മൾ വയലൻ്റായി സംസാരിച്ചു. ഈ വണ്ടി ഇങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുമല്ലോ, 1 മാസം 3 ദിവസങ്ങൾ വണ്ടി എടുത്തിട്ട് ഈ വണ്ടി നമുക്ക് സർവീസിൽ കിട്ടണം, മറ്റുള്ള ബ്രാൻഡുകൾ ബജാജ്, ഹീറോ അല്ലെങ്കിൽ TVS പോലുള്ള ഒരു ബ്രാൻഡുകൾക്കും ഇല്ലാത്തൊരു പുതിയ നിയമമുള്ള കൊമാക്കിക്ക് മാത്രമുള്ളത്, അവനവൻ എടുത്ത സ്ഥലത്ത് അവനവൻ തന്നെ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ നന്നാക്കണം, ഗ്യാരണ്ടി മേടിക്കാം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞത് പോസിബിൾ അല്ല. അങ്ങനെ ഒരു സംഭവമൊക്കെ പറഞ്ഞ് ഞാൻ റേസായി. എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ ചൂടായി കഴിയുമ്പോഴത്തേക്കാണ് ഒരു വണ്ടി അവിടെ വയ്ക്കാനും അതിൻ്റെ കംപ്ലയിൻറ്റ് നോക്കി പറയാം എന്ന് മാത്രം പറഞ്ഞത്. അങ്ങനെ ശനിയാഴ്ച വൈകിട്ട് 5:15 വണ്ടി വെച്ചിട്ട് പോകുന്നു. തിങ്കളാഴ്ച എന്നെ ഒരു 11 മണിയായപ്പോഴത്തേക്കും വിളിച്ച് പറഞ്ഞു വണ്ടിയുടെ കംപ്ലയിൻറ്റ് നോക്കിയിട്ടുണ്ട്, കൺട്രോളർ കംപ്ലയിൻ്റാണ്, വണ്ടി എടുത്തുകൊണ്ട് പോക്കോ, നമുക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നമുക്കിവിടെ വാറണ്ടിയും കിട്ടത്തില്ല, നിങ്ങൾ എവിടെ നിന്നാണോ വാഹനം വാങ്ങിച്ചത് അവിടെ കൊണ്ടുപോക്കോ, അവിടെ നിന്നേ വാറണ്ടി കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചാൽ നിങ്ങളുടെ ഷോറൂമിൽ നിന്ന് വിൽക്കുന്ന വാഹനങ്ങൾക്ക് എങ്ങനെയാണ്
ഇതുപോലെ തന്നെ പറയുമോ? അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള ഷോറൂമിൽ നിൽക്കുന്ന വണ്ടികളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, അത് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ എവിടെ നിന്ന് എടുത്ത വണ്ടിയാണോ ആ ഷോറൂമിൽ കൊണ്ടുപോയി റിപ്പയർ ചെയ്യുക, നമുക്ക് വാറണ്ടി തരാൻ സാധിക്കത്തില്ല, നമുക്ക് നന്നാക്കാൻ സമയവും ഇല്ല എന്നവർ പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ വാഹനം സ്വന്തമായിട്ട് അഴിക്കുകയാണ്. ഇതിൻ്റെ ബാറ്ററിയുടെ കവർ മറ്റു കാര്യങ്ങളൊക്കെ അഴിച്ചുകൊണ്ട് വെച്ചേക്കുന്നത് കാണാം നിങ്ങൾക്ക്. ഇതിൻ്റെ സീറ്റിൻ്റെ കവർ എല്ലാം പൊക്കി കൺട്രോളർ അഴിച്ച് ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ കൺട്രോളർ. ഈ വാഹനത്തിൻ്റെ കൺട്രോളർ ഇതാണ് കൺട്രോളർ. ഇതാണ് വണ്ടി. ഇതിപ്പോൾ ഞാൻ ഇലക്ട്രോണിക് സർവീസ് ടെക്നീഷ്യൻ ആയതിൻ്റെ പേരിൽ എനിക്കിത് റിമൂവ് ചെയ്യാനും വാറണ്ടിക്ക് വിടാനും സാധിക്കുന്നു. ഇതിപ്പോൾ സാധാരണ രീതിയിൽ ഒരു സാധാരണക്കാരൻ, ഒരു കൂലിപ്പണിക്കാരൻ അല്ലെങ്കിൽ മറ്റുള്ള ഒരു വലിയൊരു കഴിവില്ലാത്ത ഒരാളാണെങ്കിൽ ഈ വണ്ടി എവിടെ നിന്നാണോ വാങ്ങിച്ചത് ആ സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയി സർവീസ് ചെയ്യണം. ഇല്ലെങ്കിൽ വണ്ടിക്ക് വാറണ്ടി കിട്ടത്തില്ല. കേരളത്തിൽ എവിടെ കൊണ്ടുപോയിട്ടും വാറണ്ടി കിട്ടത്തില്ല, ഏത് ഷോറൂമിൽ കൊണ്ടുപോയാലും വാറണ്ടി കിട്ടത്തില്ല. എക്സാമ്പിൾ പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് വാങ്ങിച്ച ഒരാൾ, ഒരു സാറോ ഒരു ഡോക്ടറോ ആരെങ്കിലും ഒരാൾ തിരുവനന്തപുരം ഷോറൂമിൽ നിന്ന് വാഹനം വാങ്ങിച്ചിട്ട് ആ വാഹനവുമായിട്ട് കൊച്ചിയിൽ വന്ന് താമസിക്കുകയാണ്. കൊച്ചിയിൽ വെച്ചൊരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ കൊച്ചിയിലെ ഷോറൂമിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ കൊമാക്കി എന്ന ബ്രാൻഡിന് വാറണ്ടി കിട്ടത്തില്ല എന്നാണ് പറയുന്നത്. അതുപോലെ ഗ്യാരണ്ടിയും കിട്ടത്തില്ല, സർവീസും കിട്ടത്തില്ല. നിങ്ങൾ തിരുവനന്തപുരത്ത് തന്നെ കൊണ്ടുപോക്കോ, അവിടെ നിന്നാണ് വാങ്ങിച്ചതെങ്കിൽ അവിടെ കൊണ്ടുപോക്കോ. ഇത് മറ്റുള്ള ഒരു ബ്രാൻഡുകൾക്കും ഇല്ലാത്തൊരു പുതിയ നിയമമാണിത്. ഇതിപ്പോൾ ഞാൻ രാവിലെ തൊട്ട് ഉച്ചവരെ കഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുന്നൊരു ഫീൽഡൊന്നും അല്ലല്ലോ ഇത്. ഇതിപ്പോൾ കൺട്രോളർ റിമൂവ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. ഇനി ഞാൻ ഈ കൺട്രോളർ പെരിന്തൽമണ്ണ ഷോറൂമിൽ നിന്ന് ഈ വണ്ടി എടുത്തതിൻ്റെ പേരിൽ ആ ഷോറൂമിലോട്ട് ഈ കൺട്രോളർ കൊറിയർ അയച്ചു കൊടുക്കണം. അവിടുത്തെ ആ ഡീലർ ഇത് ഡൽഹിക്ക് അയക്കണം, അവിടെ നിന്ന് വെരിഫൈ ചെയ്യണം, കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കണം. ഇത് മാറി തരുവാണെങ്കിൽ ഡൽഹിയിൽ നിന്നും ആ ഡീലറിന് കൺട്രോളർ അയച്ചു കൊടുക്കുകയും ഡീലർ എനിക്കിത് തിരിച്ച് കൺട്രോളർ അയച്ചു തരികയും ചെയ്യണം. ശേഷം ഞാനിത് ഫിറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ വേറെ ടെക്നീഷ്യൻ്റെ സഹായം ഞാൻ തേടണം. പക്ഷേ കൊമാക്കിയുടെ ബ്രാൻഡിങ്ങുള്ള ഒരു ഷോറൂമുകളിൽ ഈ വണ്ടി സർവീസ് ചെയ്യത്തില്ല. കാരണം അവരവർ വിറ്റ വണ്ടികൾ അവരവർ മാത്രമേ സർവീസ് ചെയ്യത്തുള്ളൂ. ഇനി തിരിച്ചു വരാൻ ഒരു 1-2 മാസമൊക്കെ എടുക്കുമായിരിക്കും. ചിലപ്പോൾ 1 മാസമൊക്കെ കൊണ്ട് ശരിയാകുമായിരിക്കും. പക്ഷേ ഇത്ര നാൾ വേറൊരു വാഹനം ഇല്ലാത്തൊരു വ്യക്തിക്ക് ഇത് ഉപയോഗിക്കാനോ, ഇതുമായിട്ട് ഒരു പെട്രോൾ വില കൂടിയതിൻ്റെ പേരിലാണ് നമ്മൾ ഈ വാഹനമൊക്കെ എടുത്തത്. എല്ലാവർക്കും അത്യാവശ്യം പെട്രോൾ വണ്ടി കാണും, എന്നാലും ഈ വണ്ടി നമുക്ക് ഒരു ഉപയോഗത്തിൽപ്പെടത്തില്ല. ഇതിപ്പോൾ ഇത്രയും കിലോമീറ്ററൊക്കെ ആയതേ ഉള്ളൂ. ഈ വണ്ടി ഇപ്പോൾ ഇതിൻ്റെ പുറത്ത് കംപ്ലയിൻറ്റ് ഓടിച്ച് തന്നെ ഒരു 400 കിലോമീറ്ററോളമായി. ഒരു നിവൃത്തിയുമില്ല ഓടിക്കാൻ എന്നുള്ളൊരു അവസരം വന്നപ്പോഴാണ് ഞാൻ ഷോറൂമിലോട്ട് അവരുടെ സഹായം തേടി പോയത്. പക്ഷെ അവരിങ്ങനെയൊക്കെയാണ് ചെയ്തത്. അതുകൊണ്ട് ദയവ് ചെയ്ത് വാഹനങ്ങൾ എടുക്കുന്ന ആളുകൾ ഷോറൂമിൽ ചെന്ന് വാഹനം എടുക്കുന്നതിന് മുമ്പ് തന്നെ ചോദിക്കണം, നമ്മുടെ ഈ ഷോറൂമിന് വണ്ടി എടുത്തതിന് ശേഷം, ഈ ഷോറൂമിൽ നിന്ന് വണ്ടി എടുത്തതിന് ശേഷം വേറൊരു ഷോറൂമിൽ സർവീസ് കിട്ടുമോ, ഇതിന് ഗ്യാരണ്ടി കിട്ടുമോ, ഇത് നമുക്ക് വിൽക്കാൻ പറ്റുമോ, വിറ്റ് കഴിഞ്ഞാൽ ഗ്യാരണ്ടി കിട്ടുമോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ ചോദിക്കണം, മനസ്സിലാക്കണം. നമുക്ക് സാധിച്ചില്ല, അവരുടെ വാറണ്ടിയിൽ പറയുന്ന പോലെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ഇന്ന പോലെ സ്വന്തം വാറണ്ടി സ്വന്തം ഷോറൂമിൽ മാത്രമേ കിട്ടത്തുള്ളൂ എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ഞാനെന്തായാലും എനിക്ക് കിട്ടിയ അനുഭവം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നു. ഇതാണിപ്പോൾ എൻ്റെ അവസ്ഥ. എല്ലാവർക്കും നമസ്കാരം.